6 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് ഒരു സാധനവും കൈ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല, കുഞ്ഞ് കമഴാൻ ശ്രമിക്കുന്നില്ല, കുഞ്ഞ് ഫുൾ ടൈം കൈകാലിട്ടടിച്ച് കളിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഒരു ആകുലതയായിട്ടൊരു അമ്മ വന്നു. നമ്മൾ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പം മനസ്സിലായൊരു കാര്യം, കുഞ്ഞിന് ചൂട് കിട്ടാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ എപ്പോഴും കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. 1. 2, കുഞ്ഞിൻ്റെ കയ്യിലും കാലയിലും സോക്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം പിന്നെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ കുഞ്ഞാണ്, എല്ലാവർക്കും കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ്, കുഞ്ഞിനെ ആരും നിലത്ത് വെക്കുന്നില്ല. നോർമൽ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് കുഞ്ഞ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിന് അതിന് വേണ്ട നോർമൽ സ്റ്റിമുലേഷൻസ് കൊടുക്കണം. നമ്മൾ കുഞ്ഞിനെ ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, കുഞ്ഞ് നിലത്ത് കിടക്കുന്നത് വളരെ കുറവാണ്. നിലത്ത് കിടന്നാൽ മാത്രമാണ് കുഞ്ഞ് കൈകാലിട്ട് അടിച്ച് കളിച്ച് കുഞ്ഞിൻ്റെ മസിൽസ് ശക്തിയാവുന്നതിനനുസരിച്ച് കമഴാനും തിരിയാനും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരു സ്നേഹമുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യാൻ പാടുള്ളതല്ല. അവർക്ക് വേണ്ട സ്റ്റിമുലേഷൻ കൊടുക്കണം. ഇനി കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും തണുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഗ്ലൗസ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും, മിറ്റൻസ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ കൈയുടെ അവരുടെ ഉപയോഗം അല്ലെങ്കിൽ ആ കൈ വെച്ച് അവർ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്, കൊച്ചു കൈ വായിലിടാൻ അങ്ങനെ ചെയ്യണമെന്നാണ് പറയണേ. കൈ കൊച്ചു വായിലോട്ട് കൊണ്ടുവന്ന ഒരു നോർമൽ സ്റ്റിമുലേഷനാണ്. അത് കുഞ്ഞിന് വിശന്നിട്ടല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുഞ്ഞിന് കയ്യിൽ എന്തെങ്കിലും സാധനം വെച്ച് കിലിക്കൊക്കെ വെച്ച് കളിപ്പിക്കാനായിട്ടും അല്ലെ കുഞ്ഞ് ഈ കൈകാലിട്ടടിച്ച് കളിക്കാനായിട്ട് കുഞ്ഞിനെ നമ്മൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞൊന്നും എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കാത്തത്. കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ഓൾ ദീസ് തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞിനെ നിലത്ത് കിടത്തണം, കൈകാലിട്ടടിച്ച് കുഞ്ഞ് കളിക്കണം, നമ്മളെപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല. നമ്മൾ കുഞ്ഞിന് സ്റ്റിമുലേഷൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്കായി കിട്ടുക. അതോടൊപ്പം തന്നെ കുഞ്ഞ് സംസാരിക്കുന്നില്ല എന്ന് ആകുലതപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞിനോട് എന്തുമാത്രം സംസാരിക്കുന്നുണ്ടെന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആൻഡ് ടേക്ക് ദിസ് പോസിറ്റീവ്ലി. നമ്മൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് ആകുലതകളുണ്ടെങ്കിൽ ആലോചിച്ച് ആകുലതപ്പെടാതെ എപ്പോഴും കൺസൾട്ട് യുവർ പീഡിയാട്രീഷ്യൻ ബിഫോർ തിങ്കിങ് അൺനെസസറി. താങ്ക് യു.